വയനാട് കോൺഗ്രസിനെ വെട്ടിലാക്കി മുൻ മന്ത്രി പി.കെ. ജയലക്ഷ്മിയുടെ പരാമർശം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയലക്ഷ്മിയെ തോൽപ്പിക്കാൻ ഒരു വിഭാഗം പ്രവർത്തകർ ശ്രമിച്ചു എന്നായിരുന്നു ആരോപണം. മാനന്തവാടി യു.ഡി.എഫ് സ്ഥാനാർത്ഥി ഉഷാ വിജയന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിടെയായിരുന്നു ഈ ആരോപണം. ദീപക് മോഹൻ വയനാട്ടിൽ നിന്ന് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം പി.കെ. ജയലക്ഷ്മിയുടെ ഈ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. കോൺഗ്രസിനെ വല്ലാതെ വെട്ടിലാക്കുന്ന വാക്കുകളായിരുന്നു. മുൻ മന്ത്രി പറയുകയാണ്, പാർട്ടിക്കുള്ളിൽ തന്നെയാണ് തന്റെ ശത്രുക്കൾ ഉണ്ടായിരുന്നത്. തനിക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രവർത്തകർ പ്രവർത്തിച്ചു. വീടുകൾ തോറും കയറിയിറങ്ങി തനിക്ക് വോട്ട് ചെയ്യരുതെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു എന്ന ഗുരുതരമായ ആരോപണമാണ് പി.കെ. ജയലക്ഷ്മിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതും ഈ യു.ഡി.എഫിന്റെ പ്രചാരണ വേദിയിൽ തന്നെയാണ് അത് നടത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇത് വയനാട് കോൺഗ്രസിനുള്ളിൽ ഏതു തരത്തിൽ ഇതിനോടകം ചർച്ചയായിട്ടുണ്ട്? സംസ്ഥാന നേതാക്കളുടെ പ്രതികരണമുണ്ടോ ദീപക്? വെരി ഗുഡ് മോർണിംഗ് ആര്യ, ശ്രുതി. ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണവും അതുപോലെ തന്നെ സൂക്ഷ്മ പരിശോധനയും പൂർത്തിയായതോടുകൂടി തെരഞ്ഞെടുപ്പ് 3 മുന്നണികളും തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമായി ചൂടുപിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയമായ വിവാദം കോൺഗ്രസിന് വേട്ടയാടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. മാനന്തവാടിയിൽ കഴിഞ്ഞ ദിവസം, അതായത് മിനിഞ്ഞാന്ന് വൈകിട്ട് വെള്ളമുണ്ട പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് യു.ഡി.എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിടെയായിരുന്നു ഇത്തരത്തിൽ ഒരു വിവാദമായൊരു പരാമർശം മുൻമന്ത്രി പി.കെ. ജയലക്ഷ്മിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. 2 തവണയാണ് മാനന്തവാടിയിൽ നിന്ന് അവർ വിധി തേടിയ സമയത്തും ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ, മുന്നണിക്കുള്ളിലുള്ള ആളുകൾ തന്നെ തനിക്കെതിരെ പ്രവർത്തിച്ചു. ആ ചതി താൻ സ്ഥാനാർത്ഥി എന്ന നിലയിൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് തുടങ്ങിയായിരുന്നു പ്രസംഗത്തിന്റെ തുടക്കം. പിന്നീട് വിശദമായി കാര്യങ്ങൾ പറഞ്ഞു പോവുകയായിരുന്നു. പ്രധാനമായും മാനന്തവാടിയിലെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ തന്റെ തോൽവിക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന രീതിയിലാണ് ജയലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് വെളിപ്പെടുത്തലുണ്ടായത്. അതിലവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പോസ്റ്ററുകൾ മാനന്തവാടി പുഴയിൽ ചില കോൺഗ്രസ് പ്രവർത്തകർ ഒഴുക്കി. അതുപോലെ അനൗൺസ്മെന്റിന് വിട്ട വാഹനം മരത്തണലിൽ നിർത്തിയിട്ട് അനൗൺസ്മെന്റ് ചെയ്യേണ്ട ആളുകൾ വാഹനത്തിൽ കിടന്നുറങ്ങുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിലായി വീട് കയറി കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പി.കെ. ജയലക്ഷ്മിക്ക് വോട്ട് ചെയ്യരുതെന്ന് അഭ്യർത്ഥിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് പോയി. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ ചതി താൻ മനസ്സിലാക്കിയില്ല. എന്നാൽ ഇത് മാനന്തവാടിയുടെ അവസാനത്തെ വണ്ടിയാണ്. ഏറ്റവും അവസാനമായി മാനന്തവാടി തിരിച്ചുപിടിക്കാൻ പറ്റുന്ന ഈ സമയത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരുമിച്ച് നിൽക്കണം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നത് ഉഷാ വിജയനാണ്. ഉഷാ വിജയനെ ജയിപ്പിക്കണം, ഉഷാ വിജയന്റെ ഒപ്പം നിൽക്കണം. ഇത്തരത്തിലൊരു തനിക്കുണ്ടായ ഒരു ദുരനുഭവം ഉഷാ വിജയൻ ഉണ്ടാകരുതെന്ന് ഓർമ്മിച്ചുകൊണ്ടായിരുന്നു പി.കെ. ജയലക്ഷ്മി പറഞ്ഞു വെച്ചത്. ഏതായാലും ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനാണ് പി.കെ. ജയലക്ഷ്മി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടത്. എന്നാൽ താൻ ചെറിയ രീതിയിൽ ഒരു വിമർശനം നടത്താമെന്ന് കരുതിയാണ് ഈ പ്രസംഗത്തിൽ പരാമർശം നടത്തിയത്. എന്നാൽ അത് പിന്നീട് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. നേരത്തെ തന്നെ മാനന്തവാടിയിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ പരസ്യമായ രഹസ്യമായിരുന്നു ഇത്തരത്തിൽ കഴിഞ്ഞ 2 തവണ പി.കെ. ജയലക്ഷ്മിയെ തോൽപ്പിച്ചതും കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണെന്ന്. ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം വലിയൊരു വിവാദ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ പി.കെ. ജയലക്ഷ്മി 2 തവണ മത്സരിച്ചിരുന്നു, മുൻപ് മന്ത്രിയായിരുന്നു, ഇപ്പോൾ കോൺഗ്രസിന്റെ തന്നെ സംസ്ഥാന പ്രവർത്തക കാര്യ സമിതി അംഗമാണ്. തനിക്ക് സംഭവിച്ച ഈ ഒരു തോൽവിയെക്കുറിച്ചാണ് അവർ പറയുന്നത്. ഏതായാലും കോൺഗ്രസിന്റെ ജില്ലയിലെ നേതൃത്വവും പ്രവർത്തകരുമടക്കം ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വം തന്നെ വെട്ടിലായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുക. ആര്യ, യെസ്, ദീപക് മോഹനാണ് വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേർത്തത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നുള്ള സന്ദേശം മുന്നോട്ട് വെക്കാനാണ് പി.കെ. ജയലക്ഷ്മി ശ്രമിച്ചത് എങ്കിൽ പോലും അവരുടെ ആരോപണം അത് ചെറുതല്ല, ഗുരുതരമായ ആരോപണമാണ്. അത് കോൺഗ്രസിന് വല്ലാത്ത ക്ഷീണവും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തീർക്കുകയും ചെയ്യും. സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പ് ചൂട് ഇങ്ങനെ